ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് അല്ലെ 6ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തട്ടി അല്ലെ പൊടി തട്ടിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്കാണ് കടക്കാം. നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ആൽജിബ്രിക് ഫോംസുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. തന്നൊരു വേർഡ്സ് അല്ലെ വേർഡിനെ അത് ആൽജിബ്രിക് ഫോം അല്ലെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റി ഒരു സെന്റൻസ് തന്ന് അതിനെ മാത്തമാറ്റിക്കിലേക്ക് മാറ്റുന്ന രീതിയൊക്കെ നമ്മൾ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ നമ്പർ ആഡഡ് ടു 5. ഒരു നമ്പർ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. എത്രയായിട്ട്? 5 ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ നമ്പറിനെ ഞാൻ എന്താക്കി എടുക്കുകയാണ്? എക്സ് ആക്കി എടുക്കുക. അപ്പൊ എന്ത് ചെയ്തു? എ നമ്പർ ആഡഡ്. അപ്പൊ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് അല്ലെ, വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വേർഡ്സിൽ എഴുതിയിട്ട് നമ്പർ ആഡഡ് പ്ലസ് 5. അപ്പൊ എന്തായി? നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു, എക്സ് പ്ലസ് 5 ആക്കി എടുക്കാം. അപ്പൊ ഇതിനെങ്ങനെ എഴുതി? നമ്പറിനെ എക്സ് ആക്കി എടുത്തു. അപ്പൊ നമ്പർ ആഡഡ് ടു 5. അപ്പൊ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 5 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. എ നമ്പറിനെ ഞാൻ എന്തെടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പൊ നമ്പറിൽ നിന്നാണ് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതും നമ്പർ മൈനസ് എന്ത് കൊടുത്തു? അല്ലെ 5. അപ്പൊ നമ്പർ നമ്മൾ എന്താക്കി എടുത്തിട്ട് എക്സ് ആക്കി എടുത്തു. അപ്പൊ എക്സ് മൈനസ് 5. അപ്പൊ 5 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. നമ്പറിൽ നിന്നാണ് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്പറിന് എക്സ് എടുത്തു. അപ്പൊ നമ്പർ മൈനസ് 5 ഈക്വൽ ടു എങ്ങനെ എഴുതി? എക്സ് മൈനസ് 5 ആക്കി എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? എ നമ്പർ മൾട്ടിപ്പിൾ ബൈ 5, അല്ലെങ്കിൽ നമുക്ക് പറയാം 5 ടൈംസ് എ നമ്പർ അല്ലെ. അപ്പൊ നമ്പറിനെ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? എക്സ് ആക്കി എടുത്തിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും എക്സ് എക്സ് എന്ന് എഴുതണ്ട, നമ്പറിനെ എക്സ് ആക്കി എടുത്തു. ആ നമ്പറിനെ 5 ടൈംസ് അല്ലെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5x. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 5x ആണ് വന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ? 3 ആഡഡ് ടു എസ് എ നമ്പർ. അപ്പൊ നമ്പറിനെ എന്ത് ചെയ്തു? ഞാൻ ഒരു എക്സ് ആക്കി എടുത്തു. 3 ആഡഡ് ടു അല്ലെ ട്വൈസ് എ നമ്പർ. അപ്പൊ ട്വൈസ് എ നമ്പർ 2 ഇൻറ്റു നമ്പർ അല്ലെ പ്ലസ് 3 എന്നതാണ്. ആ നമ്പർ നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ 2x പ്ലസ് 3 ആയി മാറി അല്ലെ. ട്വൈസ് എ നമ്പർ 2 ഇൻറ്റു നമ്പർ പ്ലസ് 3, 2x പ്ലസ് 3 ആക്കി ഇട്ടു. ഇതേപോലെ ഫിഫ്ത്ത് വൺ എന്താണ്? 2 സബ്ട്രാക്റ്റഡ് ഫ്രം എ ത്രൈസ് എ നമ്പർ അല്ലെ. ത്രൈസ് എ നമ്പറിൽ നിന്ന് അല്ലെ. അപ്പൊ 3 ഇൻറ്റു നമ്പർ മൈനസ് എത്ര സബ്ട്രാക്ട് ചെയ്ത്? 2 ആണ്. അപ്പൊ നമ്പറിനെ എന്താക്കി എടുത്താൽ മതി ഇവിടെ അല്ലെ? എക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടി? 3x മൈനസ് 2 ആണ് ഇതിന്റെ ആൻസർ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ? ട്വൈസ് ദി സം ഓഫ് എ നമ്പർ ആൻഡ് 3 അല്ലെ. ട്വൈസ് ചെയ്യണം നമ്പറിന്. നമ്പറിന് മാത്രം പോരാ, ആൻഡ് 3 സമ്മ് ചെയ്യും വേണം. അപ്പൊ നമ്പർ പ്ലസ് എന്തായി മാറി? 3 ആണ്. എന്താണ്? ട്വൈസ് ചെയ്യണം സം ഓഫ് ദി നമ്പർ ആൻഡ് 3. സം ഓഫ് എന്ന് പറയുമ്പോൾ സം കൊടുത്തു, നമ്പർ പ്ലസ് 3. നമ്പറിന് എന്ത് കൊടുക്കുകയാണ്? എക്സ് കൊടുക്കുക. അപ്പൊ 2x പ്ലസ് 3 ആയി മാറി. അപ്പൊ നമ്പർ ഈക്വൽ ടു എക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. എന്താ പറയണേ? ത്രൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 5. 5ൽ നിന്നാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോ 5 മൈനസ് ത്രൈസ് എ നമ്പർ 3 ഇൻറ്റു എ നമ്പർ. നമുക്കറിയാം ഇവിടെ നമ്പറിനെ എന്താക്കി എടുത്താൽ മതി? എക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ ഈക്വൽ ടു 5 മൈനസ് 3x ആക്കി കൊടുത്തു. അപ്പൊ 5 മൈനസ് 3x. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ. 10 സബ്ട്രാക്റ്റഡ് ഫ്രം എ 5 ടൈംസ് എ നമ്പർ അല്ലെ. എവിടുന്നാണ്? 5 ടൈംസ് എ നമ്പറിൽ നിന്നാണ് ആര് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞത്? നമ്പർ സബ്ട്രാക്ട് അല്ലെ. 5 ടൈംസ് നിന്നാണ് ആര് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞത്? 10 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 10 ഇൻറ്റു നമ്പർ മൈനസ് 10. ആ നമ്പറിനെ എന്താക്കി എടുത്താൽ മതി? എക്സ് എടുത്താൽ 5x മൈനസ് 10 ആയി. അപ്പൊ നമ്പറിനെ ഞാൻ എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. അപ്പൊ 5x മൈനസ് 10x.
അടുത്ത 9th one. 3 more than 5 times Abu's age. അപ്പൊ Abu's age നെ x ആക്കി എടുത്താൻ പറഞ്ഞു. 5 times Abu's age 5x more than plus 3. അപ്പൊ 5x plus 3. ഇതൊക്കെ നമ്മൾ 6th 7th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യങ്ങളാണ്. അതൊന്നുകൂടി പൊടി തട്ടി എടുക്കാന്നുള്ളൂ. അപ്പൊ എന്താണ് 5x plus 3 ആണ്. 10th question. എന്താ 10th question? 5 less than thrice the Hari age. അപ്പൊ ഹരി ഏജിനെ എക്സ് ആക്കി എടുക്കണം. thrice the Hari age. അപ്പൊ എന്താവും 3x അല്ലെ. ലെസ് ദാൻ മൈനസ് 5. ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മൾ ആൽജിബ്രൈക് അല്ലെ എക്സ്പ്രഷൻ ആക്കി അല്ലെങ്കിൽ ആൽജിബ്രിക് ഫോം. അപ്പൊ അടുത്തത് മേക്ക് ആൽജിബ്രിക് ഇക്വേഷൻ. അപ്പൊ ഞാൻ ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആൽജിബ്രിക് എക്സ്പ്രഷൻ ആയി നമ്മൾ എഴുതിയത് അല്ലെ ആ നമ്പർ അതന്നെ ആ രീതി തന്നെയാണ് നമുക്ക് വീണ്ടും വരുന്ന ആൽജിബ്രിക് ഇക്വേഷൻ. ഹെഡിങ് ചെയ്ത മേക്ക് ആൽജിബ്രിക് ഇക്വേഷൻ. നമ്മൾ ഇനി ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 16. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ സ്ക്വയറിന്റെ എന്താണ് ഈക്വൽ ടു എത്രയാണ് 16 ആണ്. ഓക്കെ, നമുക്ക് എക്സ് വാല്യൂ മീൻസ് ആ നമ്പർ എത്രയും ചോദിച്ചിട്ടില്ല, ആൽജിബ്രിക് ഫോം മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഞാൻ നമ്പറിന് എന്തെടുത്തു എക്സ് കൊടുത്തു. എന്താ പറയുന്നത് നമ്പർ അല്ലെ ദ സ്ക്വയർ ഓഫ് എ നമ്പർ. അപ്പൊ നമ്പറിന്റെ സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എത്രയാണ് 16 ആണ്. അപ്പൊ നമ്പറിന് എക്സ് കൊടുത്തു, അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. ദ സ്ക്വയർ ഓഫ് എ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എത്രയാണ് 16. നമ്പറിന് എന്ത് കൊടുത്തു എക്സ്, അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് 16 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 7 is added with the square of a number gives 16. എന്താ പറയുന്നത്, ഒരു നമ്പറിന്റെ സ്ക്വയർ ഉണ്ട്, അപ്പൊ നമ്പറിന് ഞാൻ എന്ത് ചെയ്തു എടുത്തു, അതിന്റെ സ്ക്വയർ എടുത്തു അല്ലെ, ആഡഡ് എത്ര ചെയ്തു 7 ആഡ് ചെയ്തു, എന്നിട്ട് എത്ര ഗീവ്സ് 3 കിട്ടി 16. ഈ നമ്പറിന് എന്താക്കി എടുത്താൽ മതി, നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു അല്ലെ 16 ആയി. അപ്പൊ നമ്പർ സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 16. അതാണ് ഈ സെന്റൻസ് എഴുതിയത്, സ്ക്വയർ ഓഫ് എ നമ്പർ. അപ്പൊ നമ്പർ സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 16. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഇഫ് എ നമ്പർ ഈസ് ആഡഡ് ദി സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഗിവ്സ് 12. എന്താണ് ഒരു നമ്പർ, ഞാൻ എപ്പോഴും നമ്പറിന് ആയിട്ട് ഞാൻ എന്തെടുത്തു എക്സ് എടുത്തു. അപ്പൊ സ്ക്വയർ അല്ലെ ദ നമ്പർ ഈസ് ആഡഡ്, അപ്പൊ നമ്പറിനെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നമ്പർ ഈസ് ആഡഡ് വിത്ത് ദി സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ അല്ലെ, ആ നമ്പറിന്റെ സ്ക്വയറുമായിട്ട് എന്ത് ചെയ്യാൻ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം നമ്പറിന്റെ എന്ത് ചെയ്തു എഴുതി, അതിന്റെ സ്ക്വയറുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ പ്ലസ് നമ്പറിന്റെ സ്ക്വയർ ഈക്വൽ ടു ഗീവ്സ് എത്ര 12. ഇനി എന്ത് ചെയ്തു, നമ്പറിന് എക്സ് കൊടുത്തു, അപ്പൊ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 12. തിരിച്ചു എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ നമ്പറിന്റെ സ്ക്വയർ അല്ലെ എന്താണ്, if a number is added, അപ്പൊ number is added then with the square of a numberന്റെ സ്ക്വയർ ഈക്വൽ ടു, തിരിച്ചു എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, സ്ക്വയർ പ്ലസ് നമ്പർ ഈക്വൽ ടു 12 എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ എന്താവും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 12 എന്ന രീതിയിൽ വരും. അപ്പൊ അതേ ഇതാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ആൽജിബ്രിക് ഇക്വേഷൻ ഒക്കെ വരുന്നത്. ഫോർത്ത് വൺ, if 4 times a number is added with the square of that number give 16. അപ്പൊ നമ്പറിനെ ഞാൻ എക്സ് ആക്കി എടുത്തു, എന്താണ് അല്ലെ 4 times a number അല്ലെ, 4 into number പ്ലസ് വിത്ത് സ്ക്വയർ ഓഫ് എ നമ്പർ, അപ്പൊ നമ്പറിന്റെ സ്ക്വയർ അല്ലെ വിത്ത് ആഡറിന് പ്ലസ് സ്ക്വയർ ചെയ്തു, ഗീവ്സ് എത്ര 16 കിട്ടി. അപ്പൊ നമ്പറിന് എക്സ് കൊടുത്തു, അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. ആണെങ്കിൽ ഒന്നുകൂടി ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു നമുക്ക് ഇങ്ങനെയും എഴുതാം, 16 ആക്കിയും എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദി സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് എ സ്ക്വയർ ഈസ് 7 times ദി നമ്പർ അല്ലെ, ഒരു സം ഓഫ് എ നമ്പർ അല്ലെ, ഒരു നമ്പർ ഉണ്ട് സം ചെയ്തു, ആൻഡ് ഇറ്റ് സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ എക്സ് മാറ്റിയിട്ട് സാധാരണ പോലെ നമ്പർ എഴുതി അല്ലെ, അതിന്റെ സം എഴുതി, ഇറ്റ്സ് ആൻ സ്ക്വയർ, അപ്പൊ നമ്പറിന്റെ സ്ക്വയർ എഴുതി.
gives അല്ലെങ്കിൽ is equal to 7 times a number. അപ്പൊ നമ്പർ എഴുതി. എന്താണ് സം ഓഫ് എ നമ്പർ പ്ലസ് ഈ സ്ക്വയർ, ഈ നമ്പറിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 into നമ്പർ, 7 into നമ്പർ അല്ലെ. ഈ നമ്പറിന് എന്ത് കൊടുത്താൽ മതി, നമ്മള് എക്സ് കൊടുക്കുക. എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 7x. കിട്ടിയല്ലോ. ഇനി അടുത്ത് 6th one. The sum of a number and its reciprocal is 5/2. നമ്പറിന് എന്ത് ചെയ്യാൻ കൊടുക്കുകയാണ്, എക്സ് കൊടുക്കുക. ഇനി ഇറ്റ്സ് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോ നമുക്കറിയാം ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/, എന്ന രീതിയിലാണ് റെസിപ്രോക്കൽ. അപ്പൊ നമ്പർ അല്ലെ സം പ്ലസ് ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ 1/, നമ്പർ അല്ലെ, അതിന്റെ നമ്പറിന്റെ റെസിപ്രോക്കൽ 1/, ഈസ് ഈക്വൽ ടു എത്രയാണ് 5/2. അപ്പൊ നമ്പറിന് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 5/2. ഇനി അടുത്തത് 7th one. അപ്പൊ നമ്മൾ ഇങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. എന്താണ് സം ഓഫ് 2 numbers ഈസ് 11 ആൻഡ് their product ഈസ് 30. അപ്പൊ സം ഓഫ് 2 numbers ഈസ് എന്താണ് 11 ആൻഡ് their product ഈസ് 30. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, one number is x, then other number is. Frame the equation. നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് if one number is x then other number is. അപ്പൊ ഞാൻ നമ്പറിനെ ഇവിടെ നമ്മൾ ഓൾറെഡി നമുക്ക് എടുത്തിട്ടുണ്ട്, എന്താണ് എക്സ് ആക്കി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അനദർ നമ്പർ ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് അനദർ നമ്പർ ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് സം ഓഫ് ദി 2 numbers ഈസ് എന്താണ് 11 ആണ് അല്ലെ. അപ്പൊ ആ ഒരു അനദർ, അപ്പൊ ഇവിടെ എന്ത് എഴുതി ഞാന് സം ഓഫ് അല്ലെ 2 numbers എന്ന് എഴുതി. എത്രയാണ് ഈസ് 11 എന്ന് പറഞ്ഞു. അപ്പൊ സം ഓഫ് ദി ഒരു നമ്പറും വേറൊരു അനദർ നമ്പറും കൂടി നമ്മൾ എന്ത് ചെയ്തു അല്ലെ, അതർ നമ്പർ വേണമെങ്കിൽ നമുക്ക് അനദർ മാറ്റിയിട്ട് അതർ നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞ എത്രയാണ് 11 കിട്ടി. ഈ നമ്പർ നമ്മൾ എക്സ് കൊടുത്തിക്കണേ. അപ്പൊ എക്സ് പ്ലസ് അതർ നമ്പർ ഈക്വൽ ടു 11. അപ്പൊ അതർ നമ്പർ ഈക്വൽ ടു എന്ത് കിട്ടി 11 മൈനസ് എക്സ് ആക്കി വരും അല്ലെ. ഈ എക്സിനെ ഈക്വൽ ടു അപ്പുറം പോകുമ്പോ മൈനസ്. അപ്പൊ ആൻസർ എത്രയാണ് ഇവിടെ 11 മൈനസ് എക്സ് ആക്കിയിട്ടാണ് വന്നത്. ഒന്നുമില്ല, നമ്പറിനെ എക്സ് എടുത്തു, പിന്നെ ഫസ്റ്റ് പറയാ സം ഓഫ് ദി 2 numbers ഈസ് 11. അപ്പൊ എന്താ ചെയ്യും, രണ്ട് നമ്പേഴ്സ്, അപ്പൊ ഒരു നമ്പറും അനദർ നമ്പറും തമ്മിൽ ആഡ് ചെയ്തപ്പോ എത്ര 11 ആണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്തു, എക്സ് നമ്പറിന് എക്സ് കൊടുത്തു, അനദർ നമ്പർ നമുക്ക് അറിയില്ല എടുത്തു. അപ്പൊ അനദർ നമ്പർ അല്ലെങ്കിൽ അതർ നമ്പർ എന്ന് പറയുമ്പോൾ 11 മൈനസ് എക്സ് ആണ് കിട്ടിയത്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ഫ്രെയിം ദി ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് പ്രൊഡക്റ്റ് തന്നിട്ട്, നമുക്ക് പ്രൊഡക്റ്റ് ഈസ് 30. നമുക്കറിയാം എക്സും അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ 11 മൈനസ് എക്സും ആണ് അതിന്റെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 11 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 ആണ്. ഇതിനെ പ്രൊഡക്റ്റ് ചെയ്യാം. എക്സ് ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 11x മൈനസ് അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 30. അപ്പൊ എന്ത് കിട്ടി, നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്തു ഫോം ചെയ്തു. നമ്മള് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. എക്സിന്റെയോ വൈന്റെയോ ഒരു വാല്യൂ അല്ലെങ്കിൽ എക്സിന്റെയോ ഒന്നും വാല്യൂ കണ്ടെത്താൻ പറഞ്ഞില്ല. ഫ്രെയിം ദി ഇക്വേഷൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് അവിടെ നിർത്തി അല്ലെ. 11x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 30. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. എന്താണ് 8th ക്വസ്റ്റ്യൻ? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 24 centimeter and its area is 20 square centimeter. First question, half the perimeter. If x is a breadth, what is the length is? What is the equation of the finding area of the rectangle? അപ്പൊ ഇക്വേഷൻ കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പറഞ്ഞിട്ട് എന്താണ്, ഹാഫ് ദി പെരിമീറ്റർ ചോദിച്ചത് അല്ലെ. നമുക്കറിയാം പെരിമീറ്ററിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 24 ആണ് നമുക്ക് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 24ന്റെ പകുതി കണ്ടാൽ മതി. അപ്പൊ ഹാഫ് ദി പെരിമീറ്റർ ഈക്വൽ ടു 24/2 എന്ന് പറഞ്ഞാൽ
12 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് എന്താണ്? ഇഫ് എക്സ് ഈസ് എ ബ്രെഡ്ത്ത്, അപ്പൊ എക്സ് എന്താക്കി എടുക്കാൻ പറഞ്ഞു? നമ്മള് ബ്രെഡ്ത്ത് ആക്കി എടുക്കാൻ പറഞ്ഞു. അപ്പൊ ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ്. വാട്ട് ഈസ് ദി ലെങ്ത്? ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ അറിയാം, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ഈക്വൽ ടു എത്രയായി? 24 ആയി. ഞാൻ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈ 2നെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോവുകയാണ്. അപ്പൊ എന്താവും? 24/2 എത്ര കിട്ടി? 12 ആയി. അപ്പോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 12. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ട് ലെങ്തിന് അതേപോലെ എടുത്ത് എഴുതി. നമ്മളിവിടെ ആരാണ് എക്സ് ആക്കി എടുത്തത്? ബ്രെഡ്ത്തിനെയാണ്. അപ്പൊ ബ്രെഡ്ത്തിന് എന്ത് എക്സ് കൊടുത്തു? ഈക്വൽ ടു 12. അപ്പൊ ലെങ്ത് ഈക്വൽ ടു എന്തായി? 12 പ്ലസ് എക്സിന് അങ്ങോട്ട് പോകുമ്പോ മൈനസ് എക്സ്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എത്രയാണ്? 12 മൈനസ് എക്സ് ആണ് നമുക്ക് ബ്രെഡ്ത്ത് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതില് സി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ? നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്കറിയാം ഏരിയ ഇവിടെ തന്നിട്ടുണ്ട് 20 ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു. എന്തായിരുന്നു തൊട്ട് മുമ്പ് കണ്ടെത്തിയത്? നമ്മള് 12 മൈനസ് എക്സ് ആണെന്ന് കണ്ടെത്തിയിരുന്നു അല്ലെ? അപ്പൊ 12 മൈനസ് എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ആണ്. അപ്പൊ 20 ഈക്വൽ ടു 12 ഇൻറ്റു എക്സ് ആണ് 12x, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. അപ്പൊ എന്താ ഇത്? ഇക്വേഷൻ ഫോം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ 20 ഈക്വൽ ടു 12x മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിളിന്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് വന്നത്. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ എന്താണ്? 9th ക്വസ്റ്റ്യൻ, if the side of a square is increased by 1 centimeter, the area become 49 square centimeter. If the side is taken x, the side of a new square, write the equation of the respecting എന്താണ് ഏരിയ. അപ്പൊ പറഞ്ഞത് ഒരു സ്ക്വയർ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്താണത്? അതിന്റെ ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞത് അതിന്റെ സൈഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇത് എക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നാണ് സ്ക്വയറിന്റെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ഇൻക്രീസ് ആണ് എക്സ് പ്ലസ് 1. കിട്ടിയോ? ഒന്നുകൂടി പറയാം. ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ സൈഡ് എന്താണ്? 1 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ എക്സ് എടുത്താൽ അടുത്ത സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ എന്ത് എടുത്താൽ മതി? ഫസ്റ്റ് നമ്മള് ഈ സൈഡ് ഈക്വൽ ടു എന്താണ്? എക്സ്. അപ്പോ എന്താണ്? സൈഡ് ഓഫ് ദി ന്യൂ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 1. ക്ലിയർ ആയല്ലോ? ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി റെസ്പെക്ട് ഏരിയ. നമുക്കറിയാം ഏരിയ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 49. അപ്പൊ 49 ഈക്വൽ ടു ന്യൂ സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 49. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാണ്? എക്സ് ആണ്. വൈന്റെ സ്ഥാനത്ത് 1 ആണ്. ഇവിടെ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇതാണ് നമ്മളെ ഇക്വേഷൻ എന്ന് ഫോം ചെയ്യാനാ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് ദി ഇക്വേഷൻ ഫോം അല്ലെ? അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എക്സ്, വൈന്റെ സ്ഥാനത്ത് 1 എന്ന രീതിയിൽ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇനി 10th ക്വസ്റ്റ്യൻ എന്താണ്? 10th ക്വസ്റ്റ്യൻ, ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 1, 5, 6. A question, if one number is taken as x, the other number is b question from the equation. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള നമ്മളോട് ഇഫ് ദി നമ്പർ ഈസ് ടേക്കൺ ആസ് എക്സ്, ഒരു നമ്പറിനെ എന്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്?
എക്സ് ആക്കി എടുക്കാൻ പറഞ്ഞു. ദി പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിനെ 1 2 3 4 5 ഇങ്ങനെ നമ്മൾ എഴുതാം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇതിന്റെ ആൽജിബ്രിക് ഫോം എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ 1നെ അതേപോലെ എടുത്തു. 2നെ എങ്ങനെ എഴുതാം? 1 + 1 ആക്കാം. 3നെ എങ്ങനെ എഴുതുക? 1 + 2 ആക്കാം. 3നെ എഴുതി ഇനി 4നെ 1 + 3 ആക്കി എഴുതാം. ഞാൻ ഈ എക്സിന് എന്ത് കൊടുക്കാണ്? 1 കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്താവും? ഇത് എക്സ്, ഇത് എക്സ് പ്ലസ് 1, ഇത് എക്സ് പ്ലസ് 2, ഇത് എക്സ് പ്ലസ് 3. അപ്പൊ കിട്ടിയല്ലോ. ഒരു നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ആൽജിബ്രിക് ഫോമിലേക്ക് മാറ്റാൻ ഇങ്ങനെയാണ്. അപ്പൊ കോൺസിക്യൂട്ടീവ് 2 നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ തൊട്ടടുത്തുള്ള 2 നാച്ചുറൽ നമ്പേഴ്സ് ആക്കി എടുക്കുന്നത് എക്സും ഞാൻ എന്ത് ചെയ്തു? എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ നെക്സ്റ്റ് നാച്ചുറൽ അതർ നമ്പർ എന്ന് പറയുമ്പോൾ ആരായി മാറി? അല്ലെ? എക്സ് പ്ലസ് 1. അപ്പൊ ആൻസർ എന്ത് കിട്ടി ഇവിടെ? എക്സ് പ്ലസ് 1. അപ്പൊ കോൺസിക്യൂട്ടീവ് അല്ലെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 ആണ് വരുന്നത്. അപ്പൊ 2 ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയിട്ടാണ് ആൽജിബ്രിക് ഫോമിലേക്ക് എഴുതിയത്. അപ്പൊ എന്ത് കിട്ടി? ദ അതർ നമ്പർ ഈസ് എക്സ് പ്ലസ് 1 ആണ് കിട്ടിയത്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ? പ്രൈം ദി ഇക്വേഷൻ. അപ്പൊ എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 156 ആണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? തന്നിട്ടുണ്ട് 156 ആണ്. നമുക്കറിയാം ഒന്നാമത്തെ കോൺസിക്യൂട്ടീവ് നമ്പർ എക്സ് ആണ്, രണ്ടാമത്തെ കോൺസിക്യൂട്ടീവ് നമ്പർ എക്സ് പ്ലസ് 1 ആണ്. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 156 ആണ്. എക്സ് ഇൻറ്റു എക്സ് എത്രയായി? എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 1 എക്സ് ഈക്വൽ ടു 156. ഇതാണ് നമ്മളെ ഫ്രെയിം ദി ഇക്വേഷൻ. ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ മാത്രമേ നമ്മുടെ എന്ത് പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11. The product of two consecutive numbers of an arithmetic sequence with a common difference is 6 is 280. If one number is taken as x, the other number. Prime the equation. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പറയണേ? ഒരു നമ്പർ എക്സ് ആക്കി എടുത്തു, അടുത്ത നമ്പർ എന്തായിരിക്കണം ഇരിക്കണം ചോദിച്ചത്. നമുക്കറിയാം ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. എക്സ് പ്ലസ് 6 കൊടുത്താൽ മതി അല്ലെ? ജസ്റ്റ് 6 ആഡ് ചെയ്താൽ മതി ആ കോമൺ ഡിഫറൻസ്. അപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്പർ ഈക്വൽ ടു ഇവിടെ എത്രയാണ്? നമുക്ക് എക്സ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത്. അതർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് കൊണ്ട് ആഡ് ചെയ്യുക. എത്രയായി? 6 ആഡ് ചെയ്യുക. എത്രയാണ്? എക്സ് പ്ലസ് 6 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്. ഇനി അടുത്ത എന്താണ് നമ്മുടെ പറയുന്നത്? ഫ്രെയിം ദി ഇക്വേഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 280 ആണ്. അപ്പൊ ഇവിടെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു അല്ലെ അനദർ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 6 ആണ് ഈക്വൽ ടു 280. എന്താണ് അല്ലെ? നമ്പർ ഇൻറ്റു പ്രൊഡക്റ്റ് ആണ്. ആ രണ്ട് നമ്പേഴ്സിന്റെയും എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പൊ അതർ നമ്പർ ഈക്വൽ ടു 280. ഇനി എക്സ് കൂടി എക്സ് ആഡ് ചെയ്താൽ എക്സ് സ്ക്വയർ, എക്സ് കൂടി 6 ആഡ് ചെയ്താൽ 6x ഈക്വൽ ടു 280. അപ്പൊ കിട്ടിയല്ലോ. ഏത് ഫ്രെയിം ദി ഇക്വേഷൻ നമ്മൾ ചെയ്തു. അപ്പൊ ഇക്വേഷൻ നമ്മൾ ഫ്രെയിം ചെയ്തു. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എന്തുള്ളത്? നമ്മൾ ഇതുവരെയും പഠിച്ച ഭാഗത്തു നിന്നുള്ളത്.